വെള്ളം കയറിയതിനെ തുടർന്ന് ചികിത്സയിലിരിക്കെ മരിച്ച വൃദ്ധന്റെ മൃതദേഹം വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയാതെ കുടുംബം. തിരുവല്ല ആറ്റുമാലിൽ 75 വയസ്സുകാരനായ സണ്ണി വർഗീസിന്റെ മൃതദേഹമാണ് വീട്ടിലെത്തിക്കാൻ കഴിയാത്തത്. നാളെ കുടുംബ വീട്ടിൽ സംസ്കാരം നടത്തും. ശ്രീ കെ അഭിലാൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിലാൽ, ഈ പെരുമഴ പെയ്ത്തിന്റെ ഒരു ദുരിത കാഴ്ചയായി മാറുകയാണ് സണ്ണി. അതെ, അദ്ദേഹത്തിന്റെ വീട് ഉൾപ്പെടുന്ന പ്രദേശത്തേക്ക് എത്താൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. അത്തരത്തിൽ വെള്ളം ഉയർന്നതിനെ തുടർന്നാണ് ചികിത്സയിലിരിക്കെ മരിച്ച അദ്ദേഹത്തിന്റെ മൃതശരീരം സ്വന്തം വീട്ടിലേക്ക് എത്തിക്കുകയോ അവിടെ പൊതുദർശനത്തിന് വെച്ച ശേഷം പരിസരത്ത് തന്നെ സംസ്കരിക്കുകയോ ചെയ്യണമെന്നുള്ള ബന്ധുക്കളുടെ ആഗ്രഹം സഫലമാകാതെ വരികയാണ്. ഇതേ തുടർന്ന് കനത്ത മഴയ്ക്ക് വരുന്ന മണിക്കൂറുകളിൽ സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് കുടുംബ വീട്ടിൽ മൃതശരീരം സംസ്കരിക്കാം എന്നുള്ള തരത്തിലേക്ക് ധാരണ എത്തിയിട്ടുള്ളത്. നാളെ അദ്ദേഹത്തിന്റെ കുടുംബ വീട്ടിലായിരിക്കും മൃതശരീരം സംസ്കരിക്കുക. അതേസമയം തന്നെ ഇടവിട്ട് കനത്ത മഴ പത്തനംതിട്ട ജില്ലയിൽ പരക്കെ ലഭ്യമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജലസ്രോതസ്സുകൾ, പ്രത്യേകിച്ച് പുഴകളും തോടുകളും ഒക്കെ തന്നെ നിറഞ്ഞൊഴുകുന്ന സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് പമ്പ, മണിമല, അതോടൊപ്പം തന്നെ അച്ചൻകോവിൽ നദികളുടെ സ്ഥിതി പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇടങ്ങളിൽ വെള്ളം കയറിയത് മണിമലയാർ കരകവിഞ്ഞതിനെ തുടർന്നാണ്. തിരുവല്ല താലൂക്ക് പരിധിയിൽ ഏറെക്കുറെ 100-ലധികം വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലെ കൂടുതൽ ആളുകളെ മാറ്റിപ്പാർപ്പിച്ച് വരികയാണ്. കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട്. ഔദ്യോഗിക കണക്ക് PRD വഴി വൈകുന്നേരത്തോടു കൂടി മാത്രമേ ലഭ്യമാവുകയുള്ളൂ. എന്തായാലും 20-നടുത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ നിലവിൽ തിരുവല്ല താലൂക്കിലടക്കമുള്ള പ്രദേശങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. അതേസമയം തന്നെ പമ്പ, അച്ചൻകോവിൽ നദികളും കരതൊട്ട് ഒഴുകുന്ന സ്ഥിതിയുണ്ട്. ചിലയിടങ്ങളിൽ ചെറു റോഡുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ അടുത്ത ഏതാനും ദിവസങ്ങൾ കൂടി കാലാവസ്ഥാ പ്രവചനം അനുസരിച്ച് ശക്തമായ മഴ ലഭ്യമാകുന്ന സാഹചര്യമാണെങ്കിൽ വെള്ളപ്പൊക്കം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുമോ എന്നുള്ള ആശങ്ക എന്തായാലും തീരദേശവാസികൾക്ക് ആകമാനമുണ്ട്. ജലസ്രോതസ്സുകളെക്കുറിച്ച് മുൻപ് സൂചിപ്പിച്ചപ്പോൾ മറ്റൊരു കാര്യം കൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. അത് പ്രധാനമായും ജലസംഭരണികളുടെ ശേഷിയാണ്. ജില്ലയിലെ പ്രധാനപ്പെട്ട ജലസംഭരണികൾ പമ്പ, അതോടൊപ്പം തന്നെ കക്കി, ആനത്തോട് ഡാമുകളിൽ വലിയ തോതിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പരമാവധി സംഭരണശേഷിയിലേക്ക് അടുക്കാൻ ഏതാനും മീറ്റർ കൂടി വേണമെങ്കിൽ പോലും നിലവിൽ കക്കി, ആനത്തോട് ഡാമാണ് പരമാവധി ജലസംഭരണത്തിലേക്ക് അടുത്തു വരുന്നത്. പമ്പയിൽ കാര്യമായ പുരോഗതി ഉണ്ട് എങ്കിൽ പോലും ഏതാനും ആഴ്ചകൾ കൂടി സമൃദ്ധമായ മഴ ലഭിച്ചെങ്കിൽ മാത്രമേ ആ മേഖലയിൽ കനത്ത തോതിലുള്ള മഴ ലഭിച്ചെങ്കിൽ മാത്രമേ പമ്പ ഡാം തുറന്നു വിടേണ്ട തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയുള്ളൂ. ഇന്ന് രാവിലെ അവസാനിച്ച 24 മണിക്കൂറിടയിൽ ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത് കിഴക്കൻ മലയോര മേഖലയിലാണ്. ഗവി ഉൾപ്പെടുന്ന മലയോര മേഖലയിലാണ്. അതായത് കക്കി, ആനത്തോട് ഡാമിന്റെ വൃഷ്ടിപ്രദേശത്താണ് ശക്തമായ മഴ ലഭ്യമായത് എന്നുള്ളതാണ് ഔദ്യോഗിക കണക്കുകൾ പുറത്തു വരുമ്പോൾ ലഭ്യമാകുന്ന വിവരം. വീടുകളിൽ വെള്ളം കയറിയതിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന മേഖലയെ അപ്പർ കുട്ടനാട് മാറി വരികയാണ്. ആ മേഖലയിൽ വരമ്പനകത്തുമാലി എന്നുള്ള പ്രദേശത്താണ് 80-നടുത്ത് വീടുകളിൽ വെള്ളം കയറുകയും ആളുകൾ വീട് വിട്ട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറുകയും ചെയ്തിട്ടുള്ളത്. മറ്റൊരു മേഖല എന്നുള്ളത് തിരുവല്ല നഗരസഭാ പരിധിയിലെ വിവരങ്ങൾ നൽകിയത്. ആലപ്പുഴയുടെ ഒരു പൊതുചിത്രമാണ് നമുക്ക് നൽകിയത്.